അസ്സലാമു അലൈക്കും. ഇന്ന് നല്ലൊരു നാരങ്ങച്ചാറ് നമുക്ക് വേഗം റെഡിയാക്കാം. പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ഇപ്പം നമ്മളോട് ഇല്ലെങ്കിൽ നാരങ്ങച്ചാറ് അച്ചാറുകളൊന്നും ഇല്ലയെന്നുണ്ടെങ്കിൽ വേഗം ചെയ്യാം. വേഗം നമുക്കത് പച്ചവെള്ളത്തിൽ നല്ലോണം വേവിച്ചെടുത്തിട്ട് ആ തൊലി അതിൻ്റെ കയ്പ്പൊക്കെ അങ്ങോട്ട് പോണതിന് വേണ്ടിയിട്ടാണ് ഞാനത് വേവിക്കണത് കേട്ടോ. നല്ല അങ്ങോട്ട് വേവിക്കുക. അപ്പോൾ അതിൽ ഉപ്പൊന്നും ഇടേണ്ട ആവശ്യമില്ല കേട്ടോ. നല്ല വെന്തതിന് ശേഷം നമ്മളൊന്ന് നോക്കണം അത് വെന്തിട്ടുണ്ടോയെന്ന്. അപ്പോൾ ശ്രദ്ധിക്കണം. പിന്നെ 4 പൊളിയായിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതുകൊണ്ട് കട്ട് ചെയ്തെടുക്കുക. വെള്ളം നാരങ്ങ തുടച്ചതിന് ശേഷം വേണം അത് കട്ട് ചെയ്യാൻ. എന്നിട്ട് ആ കട്ട് ചെയ്തിട്ടുള്ളതാണ് ഇപ്പോൾ ആ പാത്രത്തിലായിരിക്കുന്നത്. പിന്നെ നമ്മൾ നല്ലെണ്ണയിലെ ഞാൻ അച്ചാറിടില്ല. അപ്പോൾ കേട് വരാതിരിക്കുകയും ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും. അപ്പോൾ കുറച്ച് തോനെ ഞാൻ എണ്ണ ഒഴിച്ചതിന് ശേഷം അത് ചൂടായി വരുന്ന സമയത്ത് പിന്നെ കടുക് നമ്മൾ സാധാരണ ചെയ്യുന്ന പോലെ തന്നെ, പക്ഷേ കുറച്ച് വ്യത്യാസം ഉണ്ട് എന്നുള്ളൂ. ആ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്ത് കടുകും അതേപോലെ തന്നെ കുറച്ച് ഉലുവ എൻ്റെ കയ്യിലുണ്ടായുള്ളൂ. അപ്പോൾ കടുക് ചെറുതായിട്ടൊന്ന് പൊട്ടി വരുന്നതിന് ശേഷം വേണം ഉലുവ ഇട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ കടുകും ഉലുവയും കൂടെ ഞാൻ ഇട്ട് കൊടുത്തിട്ട് അത് ചെറുതായിട്ടൊന്ന് മൊരിഞ്ഞ് വരണം, വല്ലാണ്ട് ആവരുത്. അപ്പോൾ ആ മൊരിഞ്ഞ് വരുന്ന സമയത്ത് നമ്മൾ എന്താ ചെയ്യുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഞ്ചിയും വെളുത്തുള്ളി പിന്നെ കൂടെ നന്നായിട്ട് ചതച്ചത് അതിൽ ഇട്ട് കൊടുക്കണം. ഈ കടുകിൽ ഇട്ട് കൊടുത്തിട്ട് പിന്നെ നമ്മൾ കുറച്ച് വേപ്പിൻ്റെ ഇലയും കൂടെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് പിന്നെ അത് നന്നായിട്ട് നമ്മളത് കൊണ്ട് വഴറ്റിയെടുക്കണം. അത് ഒരു ചെറിയ ബ്രൗൺ കളർ വരണം. ഈ പച്ച ചോയൊക്കെ കണ്ട് മാറിയതിന് ശേഷം വേണം പിന്നെ നമ്മൾ ചെയ്യാൻ. അപ്പോൾ നല്ലോണം അങ്ങോട്ട് ഇളക്കി കൊടുത്തിട്ട് കളർ ഇങ്ങനെ ചെറുതായിട്ട് മാറി വരുന്നുണ്ടോ. അങ്ങനെ ആ മാറി വരുന്ന സമയത്ത് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ, അതാണ് ഞാൻ വ്യത്യാസമുള്ള അച്ചാറെന്ന് പറഞ്ഞത്. നമ്മൾ ഒരു കട്ട ശർക്കര, ഞാനത് ശർക്കരയിലാണ് ചെയ്യണത് കേട്ടോ. പച്ചവെള്ളം ഒരു സാധനം തട്ടാൻ പാടില്ല. അങ്ങനെ നമ്മൾ വെള്ളത്തിൻ്റെ വല്ലതും ഉണ്ടെങ്കിൽ പിന്നെ അച്ചാർ ശരിയാവില്ല, പിന്നെ അത് കേടുവരും ചെയ്യും. അപ്പോൾ അതാ നമ്മളെ ഉള്ളി പിന്നെ ഇതൊക്കെ നല്ലോണം മൂത്ത് വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെയ്യേണ്ടത്, ഞാൻ വലിയൊരു കഷ്ണം ശർക്കരയാണ് അതിലിട്ട് കൊടുക്കുക. അത് ഞാൻ പൊടിച്ചിട്ടോ പാവാക്കിയിട്ടോ ഒന്നുമല്ല, അങ്ങനെ ആ എണ്ണയിൽ കിടന്നിട്ട് പിന്നെ ആ ശർക്കര അതിൽ കിടന്നിട്ട് വേണം അലിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ ഇട്ട് കൊടുത്താൽ പതിയെ അലിയുള്ളൂ. അപ്പോൾ അതെല്ലാം കൂടെ മൂത്ത് വരുന്ന സമയത്ത് പിന്നെ എന്താ ചെയ്യുക, നമ്മൾ മുറിച്ച് വെച്ചിട്ടുള്ള ഈ നാരങ്ങ ഉണ്ടല്ലോ, ആ നാരങ്ങ അതിൽ കുറച്ചിട്ട് കൊടുക്കുക. അപ്പോൾ ഈ വെള്ളത്തിൻ്റെ നനവുള്ള കാരണം ശ്രദ്ധിക്കണം. ആദ്യം നമ്മൾ തവി കൊണ്ട് ഇട്ട് കൊടുത്തിട്ട് വേണം പിന്നെ മൊത്തം കട്ട് ചെയ്തിട്ട് കൊടുക്കാൻ. എന്നിട്ട് അത് നന്നായിട്ടൊന്ന് നമ്മൾ മിക്സ് ചെയ്യണം. ആ മിക്സ് ചെയ്തിട്ട് അപ്പോൾ ഈ ശർക്കരയും നാരങ്ങയും കൂടെ അതിൽ കിടന്നിട്ട് നല്ലോണം മെൽറ്റാവും. അപ്പോൾ മെൽറ്റായതിൻ്റെ ശേഷം പിന്നെ നമ്മൾ എന്താ ചെയ്യുക, നല്ല സൈഡിൽ നിന്നൊക്കെ നല്ലോണം എടുത്തിട്ട് മെൽറ്റായിട്ട് അങ്ങനെ ഇരിക്കട്ടെ. പിന്നെ നമ്മൾ അതിലേക്ക് ചെറുനാരങ്ങാണ്, അപ്പോൾ അത്യാവശ്യം കുറച്ച് ഉപ്പ് വേണം കേട്ടോ. അപ്പോൾ ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ആ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തങ്ങായിട്ട് നമ്മൾ ഒന്നും കൂടെ അത് മിക്സ് ചെയ്യണം. എന്നിട്ട് പിന്നെ നമ്മൾ എരിവുള്ള എൻ്റെ ഇവിടുത്തെ മുളക് പൊടി നല്ല എരിവുള്ളതാണ്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഒരു 1.5 സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്ത്. മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കണ്ട, കാരണം ഇതിന് കളറ് കാണൂല. അപ്പോൾ നമ്മൾ മുളക് പൊടി മാത്രം ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഓരോരുത്തരുടെ മുളകിൻ്റെ എരിവിനനുസരിച്ചിട്ട് നമുക്ക് കൂട്ടിയും കുറച്ചൊക്കെ എടുക്കാം. എന്നിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ ശർക്കര അതിൽ കിടന്നിട്ട് ഇങ്ങനെ ഉരുകിയിട്ട് ആ നാരങ്ങൻ്റെ കൂടെ മെൽറ്റായിട്ട് വരും. നല്ല അങ്ങോട്ട് ഇളക്കി കൊടുക്കുക. ഉപ്പൊക്കെ നമ്മൾ പാകമാണെന്നൊക്കെ നോക്കണം. ഇത് അച്ചാറുള്ള സമയത്ത് നമ്മൾ അതൊക്കെ നോക്കണം. അപ്പോൾ പിന്നെ അത് കറക്റ്റാവും. പിന്നെ വെന്തതിന് ശേഷം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ കറക്റ്റ് ആവില്ല. അപ്പോൾ അതൊക്കെ ഞാൻ നോക്കി കറക്റ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ എന്താ ചെയ്യുക വെച്ചാൽ ഒരു 5 മിനിറ്റ് വേണ്ട, അതങ്ങനെ അങ്ങോട്ട് മൂടി വെക്കുക. മൂടി വെച്ചിട്ട് പിന്നെ അത് ശർക്കര നാരങ്ങ ഇതെല്ലാം കൂടെ അതിൽ മെൽറ്റായിട്ടുണ്ടാവും. നോക്കിയപ്പോൾ നോക്കാം. അപ്പോൾ അത് ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ ഈ അച്ചാർ. അത് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം പിന്നെ ഞാൻ കായപ്പൊടി ഇട്ടിരുന്നു കേട്ടോ. അതെനിക്ക് അതിൽ കാണിക്കാൻ വേണ്ടിയിട്ട് മറന്നുപോയേ. ഉപ്പും കായപ്പൊടിയും കൂടെ ഞാനത് ചേർത്തിട്ടുണ്ടായത്, മിക്സ് ചെയ്തിട്ട് വെച്ചിട്ടാണ് ഞാൻ പിന്നെ അതിലിട്ട് കൊടുത്തത്, പറയാൻ മറന്നുപോയേ. അപ്പോൾ അത് ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ ഞാൻ കുറച്ച് വിനാഗിരി ഒഴിച്ചു കൊടുത്ത്. അത് അച്ചാർ കുറവല്ലേ, നാരങ്ങ കുറവേ ഉള്ളൂ, 4 ഉള്ളൂ. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ടുള്ള വിനാഗിരിയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് ഒഴിച്ചു കൊടുത്ത് അതൊന്നും കൂടെ ഒന്ന് നമ്മൾ മിക്സ് ചെയ്തും കഴിഞ്ഞിട്ട് അങ്ങനെ വെക്കുക. അപ്പം ഈ നാരങ്ങ അച്ചാർ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ എല്ലാവരും. അപ്പോൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഷെയർ സബ്സ്ക്രൈബൊക്കെ ചെയ്യണം കേട്ടോ. പിന്നെ സപ്പോർട്ട് ചെയ്യണം. ഇൻഷാ അല്ലാഹ് അടുത്ത നല്ല വീഡിയോ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. അസ്സലാമു അലൈക്കും.